പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ പ്രിയപ്പെട്ട SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ആക്രമണം ഏതാണ്ട് 2 ആഴ്ച പിന്നിട്ട് 3-ാം വാരത്തിൽ വിജയകരമായിട്ട് പ്രദർശനം തുടരുകയാണ്. സതീശനെ പറ്റി ഒട്ടും അഭിനന്ദനപരമല്ലാത്ത പരാമർശങ്ങൾ തന്നെയാണ് NSS ജനറൽ സെക്രട്ടറി സർവ്വസാധാരണീയനായ G. സുകുമാരൻ നായരും നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ 3 ദിവസമായി. ഇത്ര നാളായിട്ട് ഈ കോൺഗ്രസ് പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാവ് വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടോ സുകുമാരൻ നായർക്കെതിരായിട്ടോ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടു? ഞാൻ കേട്ടില്ല. കെ. മുരളീധരൻ മാത്രമാണ് സതീശനെ ഭാഗികമായിട്ടെങ്കിലും പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയത്. കോൺഗ്രസിൽ വേറെ എന്തിനു ക്ഷാമമുണ്ടെങ്കിലും നേതാക്കന്മാർക്ക് യാതൊരു ക്ഷാമമില്ല. ദേശീയ നേതാക്കളുണ്ട്, സംസ്ഥാന നേതാക്കളുണ്ട്, പ്രാദേശിക നേതാക്കളുണ്ട്, ജില്ലാതല നേതാക്കളുണ്ട്, മറ്റു പല നേതാക്കളുമുണ്ട്. ഈ 2 സമുദായ പ്രമാണിമാർ നടത്തുന്ന ആസൂത്രിതമായ ആക്രമണത്തിൽ ഇവരാരെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണ്? ഈ ആക്രമണത്തിന്റെ പുറകിൽ സാമുദായിക താല്പര്യം മാത്രമല്ല രാഷ്ട്രീയ താല്പര്യങ്ങളും ഉണ്ട് എന്നറിയാത്തവർ ഈ നാട്ടിൽ എത്ര പേരുണ്ട്? ആരും തന്നെ ഉണ്ടാകുകയില്ല. 3-ാം പിണറായി സർക്കാരിന് വഴിയൊരുക്കാനാണ് ഈ 2 സമുദായ നേതാക്കന്മാരും കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ളത്. അവരുടെ ലക്ഷ്യം സംസ്ഥാനത്ത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി 3-ാം പിണറായി സർക്കാർ താൽക്കാലികമായിട്ടും ആത്യന്തികമായിട്ട് BJPക്ക് വഴിവെട്ടലുമാണ് എന്നറിയാത്തവരാരുമാണ്? പണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പ്രസ്താവന നടത്തിയപ്പോൾ അതിനെ രൂക്ഷമായി വിമർശിച്ച ആളുകളാണ് പിണറായി വിജയനും അച്യുതാനന്ദനും. അച്യുതാനന്ദൻ സഖാവ് കാലയവനിയേക്ക് പിന്നിൽ മറഞ്ഞു. അന്ന് അതിരൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയ പിണറായി വിജയൻ ഇന്നിപ്പോൾ കേരള മുഖ്യമന്ത്രിയാണ്. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണം എന്ന് ചില ലീഗുകാരും യൂത്ത് ലീഗുകാരും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ കേസെടുക്കാൻ സർക്കാർ കൂട്ടാക്കിയിട്ടില്ല, കേസെടുക്കുകയില്ല എന്ന് വെച്ചു. പോലീസുകാർക്ക് വേറെ എന്തൊക്കെ ജോലിയുണ്ട്? ഇങ്ങനെ ഈ വക കാര്യങ്ങൾക്ക് അന്വേഷിക്കാൻ അവർക്ക് സമയമില്ല, സൗകര്യമില്ല. പക്ഷേ കോൺഗ്രസിലെ പ്രവർത്തകർക്ക്, യൂത്ത് കോൺഗ്രസ്സുകാർക്കോ KSUക്കാർക്കോ സേവാദളുകാർക്കോ വനിതാ കോൺഗ്രസ്സുകാർക്കോ അല്ലെങ്കിൽ സംസ്കാര സാഹിത്യക്കാർക്ക് എങ്കിലുമോ അതുമല്ലെങ്കിൽ സേവാദളുകാർക്കോ എന്തുകൊണ്ട് ഇതിനെ അപലപിച്ചുകൂടാ? എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പണ്ട് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് നാവ് വാടകയ്ക്ക് കൊടുക്കരുത് എന്നിവരാരും പറയുന്നില്ല? എന്തുകൊണ്ട് G. സുകുമാരൻ നായർ നീതി പാലിക്കണം? താങ്കൾ പെരുന്നേലെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ഇന്ദിരാഭവനിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ ഭരണത്തിലെത്തുമ്പോൾ ആര് മുഖ്യമന്ത്രിയാവണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയാം. അതിന് ഒരു സമുദായ നേതാവിൻ്റെ തിട്ടൂരം ആവശ്യമില്ല എന്ന് പറയാൻ ഇവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ മലബാർ ഭാഗത്തുള്ള നേതാക്കന്മാർ പറയുന്നത് തിരുവിതാംകൂറിലെ നേതാക്കന്മാരാണ് പ്രതികരിക്കേണ്ടത്. അവരെ തെരഞ്ഞെടുപ്പിനൊക്കെ താല്പര്യമുള്ളവരായതുകൊണ്ട് ഇവരെ വിടക്കി കഴിഞ്ഞാൽ കരയോഗക്കാരും SNDP ശാഖകളും അതാത് സ്ഥാനാർത്ഥികൾക്ക് പണി കൊടുക്കും എന്നുള്ളതുകൊണ്ടും ഞങ്ങൾ തൽക്കാലത്തേക്ക് മൗനം പാലിക്കുകയാണ് എന്നാണ്. ഇവരെ ആരെ പേടിച്ചിട്ടാണ് ഈ പൊതുപ്രവർത്തനം നടത്തുന്നത്? കഴിഞ്ഞ 4.25 വർഷമായിട്ട് 5 കൊല്ലത്തോളമായിട്ട് കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന V.D. സതീശൻ ഭസ്മമാക്കി കളയുന്നതാണ് ഈ നേതാക്കന്മാർ പറയുന്നത്. അങ്ങനെ പറയുന്ന കോൺഗ്രസ്സുകാരും ഉണ്ടോ? CPMകാരും ഉണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ സതീശനെ തോൽപ്പിക്കും. സതീശൻ ഇനി പറവൂരിൽ നിന്ന് നിയമസഭ കാണുകയില്ല. അദ്ദേഹത്തിന് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ തൃക്കാക്കരയിൽ പോയി മത്സരിക്കണം എന്നൊക്കെ വെല്ലുവിളി നടത്തുന്നവരുണ്ട്. അവരാരും ഇത് ഉറക്കം പറയില്ല. രഹസ്യമായിട്ടും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ പ്രചാരണം നടത്തുന്ന ആളുകൾ. പുള്ളി അതൊന്നും ഗവനിക്കില്ല. വേറെ കാര്യം, എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർക്കൊരു ഉത്തരവാദിത്വമില്ലേ? സണ്ണി ജോസഫിന് പറഞ്ഞൂടെ, ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ സതീശനെ കാത്തുരക്ഷിക്കും, സതീശനെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ സമുദായ പ്രമാണിമാർ അതിന് വെച്ച വെള്ളം താഴ്ത്തി വെക്കേണ്ടി വരും, ഇറക്കി വെക്കേണ്ടി വരും എന്ന് പറയാം. അല്ലെങ്കിൽ അടൂർ പ്രകാശിന് പറയാം, വെള്ളാപ്പള്ളി ചേട്ടൻ അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് പല പരാമർശങ്ങളും നടത്തുവാന്നും കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുകയില്ല. അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പറയാം, ഇദ്ദേഹം നടത്തുന്ന വർഗീയ പ്രചരണത്തിനെതിരെ മുസ്ലിം ലീഗുകാർ ജാഗ്രത പുലർത്തും. അതുമല്ലെങ്കിൽ CP ജോൺ എന്ന് പറയാം. CP ജോൺ വലിയ ബുദ്ധിജീവിയാണ്. RSS ലെനിനിസത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളതാണ്. അദ്ദേഹം ഒന്നും പറഞ്ഞു കേട്ടില്ല. ഷിബു ബേബി ജോൺ എന്ന് പറയാം. അതുമല്ലെങ്കിൽ UDFൽ പിന്നെ ഒരുപാട് പാർട്ടികളുണ്ട്. അതിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് പറയാം, PJ ജോസഫിനോ മോൻസ് ജോസഫിനോ പറയാം. ഇവരാരും ഒരു അക്ഷരം ഇതുവരെ മിണ്ടില്ല. അവരൊക്കെ ഇങ്ങനെ അമ്മിക്കുഴവയ്ക്ക് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുക. പിണറായി വിജയൻ പറഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും,
വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ പറഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കില്ല. ഇനി ക്രിസ്ത്യൻ ബിഷപ്പുമാരെന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ഒട്ടും പ്രതികരിക്കില്ല. ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഞങ്ങൾ കോത്താഴത്തുകാരാണല്ലേ, ഞങ്ങൾ മാവിലായിക്കാരാണ് എന്ന മട്ടിലിരിക്കുക. അപ്പം ഇങ്ങനെ നിശബ്ദത പാലിക്കുന്നതുകൊണ്ടുകൂടിയാണ് ഈ സമുദായ നേതാക്കന്മാർക്കാണെങ്കിലും മറ്റ് താല്പര്യ കക്ഷികൾക്കാണെങ്കിലും ഒക്കെ UDF നേതാക്കന്മാരുടെ പുറത്ത് പൊതുയോഗം കൂടാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഞങ്ങളിത് ഗവനിക്കുകയില്ല. നിങ്ങൾ എന്താ സംബന്ധം പറഞ്ഞാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. UDFൻ്റെ അജണ്ട തീരുമാനിക്കേണ്ട UDF ആണ്, കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട കോൺഗ്രസ്സാണ്. അല്ലാതെ കണ്ട് കണിച്ചുകുളങ്ങരയിലോ പെരുന്നയിലോ ഇരിക്കുന്ന ചില സമുദായ പ്രമാണിമാരല്ല എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇതാണ് UDFൻ്റെ ഒരു വലിയ ദൗർബല്യം എന്നെനിക്ക് തോന്നുന്നു. ഇനി ഞാനിത് പറഞ്ഞു എന്ന് കരുതിയിട്ടും ഈ പറഞ്ഞ നേതാക്കന്മാരാരും തന്നെ ഒരക്ഷരം മിണ്ടുകയില്ല. ഒരു പക്ഷേ ഈ വീഡിയോ എയർ ചെയ്ത് കഴിയുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ ഇവർ പലരും വിളിക്കും, എന്നിട്ട് പറയും, പൊന്നു ചേട്ടാ ഇവൻ ഇത് തന്നെ കിട്ടണം എന്ന് പറയും. അല്ലെങ്കിൽ ചിലർ പറയും, ഇത് പറഞ്ഞാൽ നമ്മളെ കിട്ടാനുള്ള 10 വോട്ട് പോകും, ഉള്ള പാലി ചുക്കിട്ട് കാച്ചിയ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ പറയും, പൊന്നു ചേട്ടാ ഇത് പ്രതികരിച്ചിട്ട് നമ്മുടെ കഞ്ഞിയിൽ പാറ്റ പിടിച്ചിരുന്ന ഫലമായിരിക്കും ഉണ്ടാകുക എന്ന് പറയുന്നവരാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷ നേതാക്കന്മാർ. അതുകൊണ്ടാണ് പാർട്ടി ഈ രൂപത്തിലായി പോയത്.